എൻ്റെ ഒരു സങ്കടം അറിയിക്കാനാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വന്നത്. എന്താണെന്നല്ലേ, ഇപ്പോൾ ഈ സ്മൈൽ കറക്ഷൻ്റെ ഒക്കെ കാലമാണല്ലോ. അപ്പോൾ നല്ല മുല്ലമിട്ട് വിരിയുന്ന പോലത്തെ ചിരിയുമായിട്ട് ഓരോരുത്തർ വരുമ്പോഴത്തേനും എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ ഈ കൊന്ത്രപ്പല്ലുണ്ട്, ഈ 2 കൊന്ത്രപ്പല്ലിൽ കമ്പി ഇടണമെന്ന്. കമ്പി മീൻസ് മുള്ളുവേലിയല്ല, മറ്റേ പല്ലിലിടുന്ന ആ സംഭവം. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വേണ്ട എന്നല്ല. അതാണ് നല്ല വിചിത്രമായ ഒരു ആൻസറായിരുന്നു എനിക്ക് കിട്ടിയത്. അതായത് മഞ്ജു വാര്യരിനെ കണ്ടിട്ടുണ്ടോ? മഞ്ജു വാര്യരുടെ പല്ല് കണ്ടോ? എന്താ ഭംഗി എന്നറിയാമോ? അതുപോലത്തെ പല്ല മോനുള്ളത്. അപ്പോൾ ഈ പല്ല് വെറുതെ കമ്പിയിട്ടിട്ട് സാധാരണ ആൾക്കാരെ പോലെ ആക്കണം. ഇപ്പം അത് കാണുമ്പോൾ നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് മഞ്ജു ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ട്രസ് ആണല്ലോ. അപ്പോൾ ഞാൻ അതിലങ്ങ് വീണുപോയി. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണാടിയിൽ പോയി ചിരിച്ചൊക്കെ തീർത്തു. മഞ്ജു ചേച്ചിയുടെ പല്ല്, അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞു. പിന്നെ വീണ്ടും +2 ആയപ്പോഴും, +2 കഴിഞ്ഞ സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വീണ്ടും തോന്നി ഇത് കമ്പിയിട്ടാലെന്ന്. അപ്പോഴാണ് വീണ്ടും നെക്സ്റ്റ് ഒരു ആളെ കൂടി എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതായത് ഒന്നല്ല 2 പേര്, ഉദാഹരണമായിട്ട് 3 പേരാണ് വന്നത്. മഞ്ജു ചേച്ചി, സമൃദ്ധ സുനിൽ, ഭാവന. ഇവരുടെയൊക്കെ പല്ല് കണ്ടോ? അതായത് മലയാള സിനിമയിലെ മുൻപന്തിയിലന്ന് നിൽക്കുന്ന 3 നടിമാരുടെ പല്ലും എൻ്റെ പല്ലുമായിട്ട് താരതമ്യം ചെയ്തപ്പോൾ ഞാൻ അറിയാതെ അതിൽ വീണുപോയി. അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ സംഭവമൊക്കെ വിട്ടു. എല്ലാം സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഒഴിച്ച് ബാക്കി 3 പേരും പല്ല് സ്മൈൽ കറക്ഷൻ ചെയ്ത് അടിപൊളിയാക്കി. മഞ്ജു ചേച്ചിയും ഭാവനയും സമൃദ്ധ സുനിലും 3 പേരും. ഇല്ല, സമൃദ്ധ ചെയ്തിട്ടില്ല, 2 പേര്. മഞ്ജു ചേച്ചി, ഭാവന 2 പേരും എന്നെ തേച്ചു ഗൈസ്. അവർ 2 പേരും പല്ല് നല്ല അടിപൊളിയാക്കി. എൻ്റെ പല്ല് ഇപ്പോഴും കൊന്ത്രപ്പല്ലായിട്ടിരിക്കുക. ഞാൻ അപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ പല്ല് മഞ്ജുവാരുടെ കൂട്ടിരിക്കുക, അതുകൊണ്ട് പല്ലിൽ കമ്പി ഇടണ്ടാന്ന്. ഇപ്പോൾ മഞ്ജു ചേച്ചിയും പല്ല് ശരിയാക്കി, ഭാവന പല്ല് ശരിയാക്കി, എൻ്റെ പല്ല് മാത്രം ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുമോ കൊന്ത്രപ്പല്ല് പോലെ. അപ്പോൾ വീട്ടിൽ നിന്ന് പറയല്ലേ, ഇന്നിപ്പോൾ ഞങ്ങളെന്തോ ചെയ്യാനാ, ഇനി നിൻ്റെ കെട്ടിയവനോട് പോയി പറയാമെന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം.